ഹലോ. ആദ്യത്തെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാനൊരു പള്ളിയിലെ കപ്പിയാരാണെന്ന്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലത്തെ കുർബാന കഴിഞ്ഞപ്പോൾ ഇടവകയിലെ ഒരു പയ്യനെ കണ്ടത്. അവൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ രണ്ടുമൊക്കെ സംസാരിക്കാമല്ലോ എന്നും വിചാരിച്ചു. കുമ്പസാരക്കൂട് ക്ലീൻ ചെയ്യാനാണ് ഞാൻ ഇറങ്ങിയത്. പഴയ പള്ളി ആയതുകൊണ്ട് എപ്പോഴും പൊടി ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അത് ക്ലീൻ ചെയ്തിടണമെന്ന് വികാരിയച്ഛൻ എന്നും പറയാറുമുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്തെന്ന് വെച്ചാൽ, ഈ കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ പാപങ്ങളൊക്കെ വഴി നമ്മുടെ ആത്മീയ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകുന്ന ഒരിടമാണ് കുമ്പസാരക്കൂട്. ചിലരൊക്കെ പലപ്പോഴും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, കുമ്പസാരക്കൂട്ടിൽ പോയി നിങ്ങളൊക്കെ പാപങ്ങൾ പറയുമ്പോൾ അച്ഛൻ നിങ്ങളെ വല്ലാത്തൊരു രീതിയിൽ നോക്കില്ലെന്ന്. ഒരിക്കലുമില്ല കേട്ടോ. വൈദികൻ മോശമായിട്ട് നമ്മളെ നോക്കുകയോ അതിനെപ്പറ്റി പിന്നെ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. നമ്മുടെ തെറ്റുകൾക്ക് ചെറിയൊരു പ്രായശ്ചിത്തം നൽകുകയും അത് തിരുത്തി തരികയൊക്കെ ചെയ്യും. കുമ്പസാരിക്കുന്ന ഓരോ വ്യക്തിയും ആ വൈദികൻ്റെ സ്ഥാനത്ത് ഈശോയെയാണ് കാണേണ്ടത്, ഈശോയോടാണ് സംസാരിക്കേണ്ടത്. കൂടാതെ ഇതൊരു വലിയ രഹസ്യം കൂടിയാണ്. കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ അനുവാദവുമില്ല. അതുകൊണ്ട് അച്ഛന്മാരെന്തെങ്കിലും പറയുന്നോർത്ത് ആരും കുമ്പസാരിക്കാതിരിക്കേണ്ട. നമ്മുടെ പരിശുദ്ധ സക്രാരിയിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത കിട്ടുന്നത് പോലും ഈ കുമ്പസാരത്തിൽ നിന്നു കൂടിയാണ് കേട്ടോ. ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഏറ്റവും കൂടുതൽ കൃപകൾ നൽകുന്ന രണ്ടിടങ്ങളാണ്, ഒന്ന് സക്രാരിയും ഒന്ന് കുമ്പസാരക്കൂടും. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറുതെ അങ്ങനെ പോയി കുമ്പസാരിച്ചിട്ടൊന്നൊരു കാര്യമില്ല. ഇനി കുമ്പസാരിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് പാപം ചെയ്തിട്ട് പോയി കുമ്പസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. അത് തന്നെ വലിയൊരു പാപമാണ്. അപ്പം നമ്മളതിന് കൃത്യമായ ഒരുക്കങ്ങളോടും ഭക്തിയോടും കൂടിയൊക്കെ വേണം അത് ചെയ്യാൻ. അപ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ ഇതുവരെ കുമ്പസാരിക്കാതിരിക്കുന്ന എല്ലാ കൂട്ടുകാരും പോയി കുമ്പസാരിച്ചോളുക. നാളെ ഞായറാഴ്ചയാണ്. ഇനിയും ഒരുപാട് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.